ഹായ് ഫ്രണ്ട്സ്, ഒരാഴ്ചയായി കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ PM ശ്രീ പദ്ധതിയും അതിലെ ഒപ്പുവെക്കലുമൊക്കെ മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചപ്പോ ഏവരെക്കാളും ഞെട്ടിയത് CPM പ്രവർത്തകരായിരുന്നു. കാരണം ഇടതുപക്ഷ മുന്നണിയുടെ ആശയങ്ങൾ തികച്ചും വിരുദ്ധമാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുക, PM ശ്രീ പദ്ധതി ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത്. അത് തെറ്റാണ് എന്ന് മുഖ്യമന്ത്രി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ നയരേഖകൾ ഇത് ഇപ്പോഴും കാണാം. അപ്പോ ഇലക്ഷൻ ഏതാനും മാസം മാത്രം ബാക്കിയുള്ളപ്പോ ഇങ്ങനെ കടുങ്കൈ ആരും പ്രതീക്ഷിച്ചില്ല, ഇടതുപക്ഷക്കാർ പ്രത്യേകിച്ചും. അതിനേക്കാളൊക്കെ ഉപരി CPI ഞെട്ടിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് ഇക്കാര്യം മന്ത്രിസഭയിലോ മുന്നണിയിലോ ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഞങ്ങളെ വിശ്വാസത്തിലെടുത്തില്ല. അദ്ദേഹവും വിദ്യാഭ്യാസ മന്ത്രിയും കൂടി അത് രഹസ്യമായിട്ട് നടപ്പാക്കി. അതേതാണെങ്കിലും പ്രതികരിക്കാൻ, പ്രതിഷേധിക്കാൻ CPI നിർബന്ധിതരാക്കി. അവസാനം മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു. ഇന്നായിരുന്നു മന്ത്രിസഭാ യോഗം. അവസാനവട്ട ചർച്ചകളില് തീരുമാനം മരവിപ്പിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു 7-അംഗ സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചു. 7-അംഗ സമിതിയിൽ ഭൂരിപക്ഷവും CPM-കാരായിരിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അതിനെപ്പറ്റി വിശദം അദ്ദേഹം പറയുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് അക്കാര്യത്തെ പറ്റി കൂടുതൽ ഞാൻ ഇപ്പൊ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വിഷയം ചർച്ചാ വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് പകരമായി പ്രഖ്യാപനങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് അദ്ദേഹം പുറത്തുവിടുകയാണ്, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്. തീർച്ചയായും ഇലക്ഷൻ തന്നെയാണ് ലക്ഷ്യം. ആർക്കും ഒരു എതിരഭിപ്രായവും പറയാൻ പറ്റാത്ത വിധം എല്ലാവർക്കും വാരിക്കോരി കൊടുത്തു. ക്ഷേമപെൻഷൻ വർദ്ധിപ്പിച്ചു, DA കുടിശ്ശിക നൽകും, അംഗൻവാടി, ആശാവർക്കർ എല്ലാവർക്കും ശമ്പളം കൂട്ടി, റബ്ബറിന് താങ്ങുവില വരെ. ഇത്രയും ദിവസം ചർച്ച ചെയ്തിരുന്ന PM ശ്രീ പദ്ധതിയും CPI CPM സംഘർഷവും ഒക്കെ എവിടെയോ അപ്രത്യക്ഷമായി. ആ ചർച്ചാ വിഷയം തന്നെ മാറ്റിക്കളഞ്ഞു. അതാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. പിണറായി ആരാ മോൻ? അദ്ദേഹത്തിന് അടുത്താണ് ഈ കളിയൊക്കെ. അപ്പോ താഴേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഗവൺമെന്റ് ഇതാ തിരിച്ചു കയറി വരികയാണ് പുതിയ പുതിയ മുഖം മെനുക്കൽ പദ്ധതികളിലൂടെ. പിന്നെ എന്തൊക്കെ നടപ്പാകുകയില്ല എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് അതീവ ദരിദ്രാവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ ഇത് കൊടുത്തു തീർക്കുമോ, കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഏതാണെങ്കിലും പ്രഖ്യാപന പെരുമഴ ഇലക്ഷന് മുമ്പ് ബഡ്ജറ്റിലൂടെ പോലും അല്ലാതെ ഇത് ഈ ഗവൺമെന്റിന്റെ മുഖച്ഛായ എത്രമാത്രം വർദ്ധിപ്പിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. താങ്ക്